ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളെ കുറിച്ചാണ്. നമുക്ക് ആദ്യം ശാസ്താംകോട്ട കായലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ശാസ്താംകോട്ട കായൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ആൻസർ ശാസ്താംകോട്ട കായൽ. ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഓഫ് കേരള ആൻസർ ശാസ്താംകോട്ട ലേക്ക്. അതുപോലെ തന്നെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഓഫ് കൊല്ലം ഡിസ്ട്രിക്റ്റ് ആൻസർ എന്താണ്? ശാസ്താംകോട്ട ലേക്ക് അല്ലെങ്കിൽ ശാസ്താംകോട്ട കായൽ. കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ആൻസർ ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ട കായലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശാസ്താംകോട്ട കായലിൻ്റെ ആകൃതി എന്താണ്? എഫ് ആകൃതി. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിൻ്റെ ആകൃതിയിലുള്ള കായലാണ് ശാസ്താംകോട്ട കായൽ. എഫ് ഷേപ്പ്ഡ് ലേക്ക് ഓഫ് കേരള ആൻസർ ശാസ്താംകോട്ട ലേക്ക്. എഫ് ഷേപ്പ്ഡ് ലേക്ക് ആൻസർ ശാസ്താംകോട്ട ലേക്ക്. അതുപോലെ ശാസ്താംകോട്ട കായലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. ക്യൂൻ ഓഫ് ലേക്സ്. ക്യൂൻ ഓഫ് ലേക്സ് ആൻസർ ശാസ്താംകോട്ട ലേക്ക്. ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട ലേക്ക് ഈസ് നോൺ ആസ് ക്യൂൻ ഓഫ് ലേക്സ്. ശാസ്താംകോട്ട കായൽ കായലുകളുടെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നു. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. ആൻസർ ശാസ്താംകോട്ട കായലാണ്. അതുപോലെ ശാസ്താംകോട്ട കായലിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നവിടെയാണ്? ശാസ്താംകോട്ട കായലിൻ്റെ തീരത്താണ് കേട്ടോ. ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ടെമ്പിൾ ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് ശാസ്താംകോട്ട ലേക്ക്. ശാസ്താംകോട്ട കായലിൻ്റെ തീരത്തായിട്ടാണ് ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറഞ്ഞു കേരളത്തിൽ വാനര സദ്യ നടക്കുന്ന സ്ഥലം കൂടിയാണിത് ശാസ്താംകോട്ട. കേരളത്തിലെ വാനര സദ്യ നടക്കുന്ന സ്ഥലമാണിത് ശാസ്താംകോട്ട. അതായത് ഉത്രാടത്തിൻ്റെ അന്ന്, എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ ഉത്രാടത്തിൻ്റെ അന്ന് അവിടെ വാനരന്മാർക്ക് ഉത്രാട സദ്യ നടത്താറുണ്ട്. അതുപോലെ തന്നെ ശാസ്താംകോട്ട ഉത്സവത്തോടനുബന്ധിച്ചും എന്ത് നടക്കാറുണ്ട്? ആ വാനര സദ്യ നടത്താറുണ്ട്. കേരളത്തിൽ വാനര സദ്യ നടക്കുന്ന സ്ഥലം ഏതാണ്? ശാസ്താംകോട്ടയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകം. അതെവിടെയാണ്? വയനാട്. സ്മാളസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഓഫ് കേരള ആൻസർ പൂക്കോട് ലേക്ക്. ഹയസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഓഫ് കേരള ആൻസർ പൂക്കോട് ലേക്ക്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകമാണ്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ഏതാണ്? വെള്ളായണി കായലാണ്. ഏതാണ്? വെള്ളായണി കായലാണ്. സതേൺ മോസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഓഫ് കേരള ആൻസർ വെള്ളായണി ലേക്ക്, ട്രിവാൻഡ്രം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പമ്പാ നദിയെക്കുറിച്ച് പറയുകയുണ്ടായത് വളരെ പ്രധാനപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസ് അന്നേരം പറഞ്ഞിട്ട് കഴിഞ്ഞില്ല. അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമായ മാരാമൻ കൺവെൻഷൻ നടക്കുന്നവിടെയാണ്? പമ്പാ തീരത്താണ്. കാരണം ലാർജസ്റ്റ് ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യ ആൻസർ മാരാമൻ കൺവെൻഷൻ. അല്ലെങ്കിൽ ലാർജസ്റ്റ് ക്രിസ്ത്യൻ കൺവെൻഷൻ ഓഫ് ഏഷ്യ ആൻസർ മാരാമൻ കൺവെൻഷൻ. മാരാമൻ കൺവെൻഷൻ നടക്കുന്നവിടെയാണ്? പമ്പാ തീരത്താണ്. അതുപോലെ തന്നെ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നവിടെയാണ്? പമ്പാ തീരത്താണ്. മാരാമൻ കൺവെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ക്രിസ്തുമത സമ്മേളനമാണിത്, മാരാമൻ കൺവെൻഷൻ. സെക്കൻഡ് ലാർജസ്റ്റ് ക്രിസ്ത്യൻ കൺവെൻഷൻ ഓഫ് ദ വേൾഡ് ആൻസർ എന്താണ്? മാരാമൻ കൺവെൻഷൻ. മാരാമൻ കൺവെൻഷൻ. അതുപോലെ തന്നെ കേരളത്തിൽ രാജ്യാന്തര പദവി ലഭിച്ച ആദ്യത്തെ ദേവാലയം ഏതാണ്? മലയാറ്റൂർ പള്ളിയാണ്. അതെവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. അതുപോലെ ചക്കുളത്തുകാവ്. ശ്രീ ചക്കുളത്തുകാവ് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ശ്രീ ചക്കുളത്തുകാവിൻ്റെ പ്രത്യേകതയാണ് കേരളത്തിൽ നാരീപൂജ നടക്കുന്ന ഒരു ക്ഷേത്രമാണിത് ശ്രീ ചക്കുളത്തുകാവ്. നാരീപൂജ എന്നാണെന്ന് ചോദിച്ചാൽ വൃശ്ചിക മാസത്തിലെ കാർത്തികയുടെ അന്നാണ് നാരീപൂജ നടക്കുന്നത്. ഒരുപാട് ബന്ധപ്പെട്ട് പൊങ്കാലയൊക്കെ നടക്കാറുണ്ട്. ചക്കുളത്തുകാവിലെ പൊങ്കാല
ചക്കുളത്തുകാവിൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് ആണ് കേട്ടോ. ആറ്റുകാൽ പൊങ്കാലയെ പോലെ തന്നെ, അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ ഏറ്റവും വലിയ പൊങ്കാല ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ചക്കുളത്തുകാവിലെ പൊങ്കാലയാണ്. ചക്കുളത്തുകാവ് ക്ഷേത്രം സ്ഥിതി ചെയ്ത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ ഞാൻ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. വീഡിയോ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക? വീഡിയോ തുടർച്ചയായിട്ട് കാണുക.